മക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 3 മാർക്ക് കിട്ടാൻ പോവാണ്. ടേബിൾ ഫില്ല് ചെയ്യാനായി SCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ടേബിൾ അങ്ങനെ തന്നെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മക്കള് ശ്രദ്ധിക്കുക. ഇതാ ഇവിടെ ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ്. എങ്ങനെയാ കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായത്? COOH കാണുന്നുണ്ടോ? COH എവിടെ കണ്ടാലും അത് കാർബോക്സിലിക് ആസിഡ് ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പ്. റെഡി? ഇതിൽ എത്ര കാർബൺ ആണുള്ളത്? ഒരു കാർബൺ. ഒരു കാർബൺ വന്നപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? മെത്ത് എന്ന് കൊടുത്തു. മെത്ത്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണല്ലേ? അല്ലേ? അപ്പൊ ഏതാ? മീഥെയ്ൻ ആണ്. മീഥെയ്ൻ. COH കാർബോക്സിലിക് ആസിഡ് വന്നാൽ ഒരു സഫിക്സ് ചേർക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഒയിക് ആസിഡ് ആണ് സഫിക്സ്. അപ്പൊ ഈ അങ്ങ് ഒഴിവാക്കി. സോ മെത്തനോയിക് ആസിഡ്. റെഡി അല്ലേ? രണ്ടാമത്തെ കോൾ അവളെ ഫിൽ ചെയ്തിട്ടുണ്ട്. 2 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ്. സോ ഇറ്റ് ഈസ് എത്തനോയിക് ആസിഡ്. ഒരു കാർബൺ, എടാ ഇവിടെ ഒരു കാർബൺ അല്ലേ? ഒരു കാർബൺ ആണെങ്കിൽ മെത്തനോയിക് ആസിഡ്, 2 കാർബൺ ആണെങ്കിൽ എത്തനോയിക് ആസിഡ്. അപ്പൊ അടുത്തത് പ്രൊപ്പനോയിക് ആസിഡ്. 3 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് വിളിക്കുന്ന പേരെന്താ? പ്രൊപ്പനോയിക് ആസിഡ്. അതിൽ 3 കാർബൺ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ 3 കാർബൺ എഴുതാ. സി. മക്കൾ നോക്കിയോ, 3 കാർബൺ എഴുതാൻ പോവാണ്. സി 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 3 കാർബൺ എഴുതി. അതിൽ ഒന്നെന്തായിരിക്കും? COH ആയിരിക്കും. 3 കാർബണിൽ 1 COH ആയിരിക്കും. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചുറ്റും 2 ബോണ്ടാണുള്ളത്. സോ 2 ഹൈഡ്രജൻ വേണം. ഇവിടെ 1 ബോണ്ടാണുള്ളത്. സോ 3 ഹൈഡ്രജൻ വേണം. മൊത്തം 4 അല്ലേ വേണ്ടത്? റെഡി? യെസ്. ഇനി അപ്പൊ 3 കാർബണുള്ള കാർബോക്സിലിക് ആസിഡിന്റെ പേരാണ് പ്രൊപ്പനോയിക് ആസിഡ് എങ്കിൽ 4 കാർബൺ 1 2 3 4 4 കാർബണുള്ള കാർബോക്സിലിക് ആസിഡിന്റെ പേരെന്താ? ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ബ്യൂട്ട്, ബട്ടൺ എഴുതി ബ്യൂട്ട് എന്ന് വായിക്കും. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ. COH വന്നാൽ ഒയിക് ആസിഡ് ആണ്. ഒയിക് ആസിഡ്. ഒയിക് ആസിഡ്. ഒയിക് ആസിഡ്. ഈ ഒഴിവാക്കി. ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ബ്യൂട്ടനോയിക് ആസിഡ് അല്ലേ? ബ്യൂട്ടനോയിക് ആസിഡ് ഒന്ന് മാറ്റിയതാ. ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ബ്യൂട്ട് എയിന് ഒയിക് ആസിഡ്. ഒയിക് ആസിഡ് ഈ ഒഴിവാക്കി.